Hello, welcome to my channel. Welcome to the land of coffee. ട്രാവൽ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള, പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ്, ചിക്കമഗളൂരു. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് 6:30 ഇറങ്ങിയതാണ് കേട്ടോ. ഒരു 6 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് നമുക്ക് അവിടേക്ക്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഒരു ഡാമിലാണ്, യഗാച്ചി ഡാം. യഗാച്ചി ഡാമിൻ്റെ വ്യൂസാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടുന്ന് 20 രൂപയാണ് കാറിനുള്ള എൻട്രി ടിക്കറ്റ്. കർണാടകയിലെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ചിക്കമഗളൂരു. കുറേ മലകളും വെള്ളച്ചാട്ടങ്ങളും കാടുകളും നിറയെ കാപ്പിത്തോട്ടങ്ങളും ഒക്കെയുള്ള മനോഹരമായ ഒരു സ്ഥലം. പോകുന്ന വഴിക്കുള്ള കാഴ്ചയൊക്കെ കണ്ടില്ലേ? ഇത് കാണുമ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ കുറച്ചധികം ഇന്നത്തെ വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. തണുപ്പ് കാലത്ത് തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് ചിക്കമഗളൂരു. കർണാടകയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മുല്ലയനഗിരി. അങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് ഉണ്ട്. ഞങ്ങളുടെ ഒരു 2 ഡേ ട്രിപ്പാണ്. ഞങ്ങൾ പോയ സ്ഥലങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഈ വീഡിയോയിലും വരും വീഡിയോയിലുമായിട്ട് കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പോകുന്ന വഴിക്ക് കാറ് സൈഡാക്കി ഒരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ നിർത്തി. അവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടുന്ന് നമ്മൾ ആദ്യം ജെറി വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെയാണ് ഹൊന്നമ്മ വാട്ടർഫാൾസ് ഉള്ളത്. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമാണ്.
വീക്കെൻഡ് ആയതുകൊണ്ടും റോഡ് സൈഡ് ആയതുകൊണ്ടും നല്ല ക്രൗഡാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ജെറി ഫോൾസിലേക്ക് തന്നെ പോവാമെന്ന് വെച്ചു. ഹൊന്നമ്മ ഫോൾസിൻ്റെ അവിടുന്ന് അടുത്ത് തന്നെയാണ് ജെറി വാട്ടർഫോൾസിൻ്റെ സ്പോട്ട്. ഇവിടുന്ന് ജീപ്പിൽ വേണം ഇനി യാത്ര ചെയ്യാനായിട്ട്. ഒരു 3-4 കിലോമീറ്റർ ജീപ്പ് സഫാരി കഴിഞ്ഞാണ് വാട്ടർഫോൾസിലേക്ക് എത്തിച്ചേരുന്നത്. 800 രൂപയാണ് നമുക്ക് പോയി വരാനായിട്ടുള്ള ജീപ്പ് ചാർജ്. ഇവിടെ നെറ്റ്വർക്ക് ഒന്നും കിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫോൺ പേ ഗൂഗിൾ പേ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ക്യാഷ് കയ്യിൽ കരുതണം. ഓഫ് റോഡ് ജീപ്പ് സഫാരി വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള വഴിയാണ്, അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റില്ല. കുറേ നേരം അവിടെ തന്നെ അങ്ങ് ചിലവഴിച്ചു. ഇനി ഇവിടുന്ന് വേറെ ജീപ്പിൽ കയറിയിട്ട് വേണം നമുക്ക് പാർക്കിംഗ് സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ. പാർക്കിംഗ് സ്പോട്ടിൻ്റെ അവിടെ ചെറിയ ചെറിയ ഈറ്ററിങ്സ് ഒക്കെ കിട്ടും. ഹൊന്നമ്മ ഫോൾസിൻ്റെ അവിടെ ഇപ്പോഴും നല്ല ക്രൗഡ് തന്നെ. ഈ 2 വെള്ളച്ചാട്ടങ്ങളും കാണാൻ നമുക്ക് റോഡ് സൈഡിൽ വേണം വണ്ടി പാർക്ക് ചെയ്യാൻ. അത്യാവശ്യം വെള്ളത്തിൽ കളിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഇനി റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ബാബ ബുധൻഗിരി. പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ മാത്രമുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. നെറ്റ്വർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് റൂട്ട് മാപ്പൊക്കെ ഓഫ്ലൈൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതാട്ടോ നല്ലത്. ഞങ്ങൾക്ക് തിരിച്ച് റിസോർട്ടിലേക്ക് പോകാൻ വഴി ചോദിച്ച് പോവുകയാണ് ചെയ്തത്. ശരിക്കും ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. എവിടെ നോക്കിയാലും മരങ്ങളും പിന്നെ ഈ ക്ലൈമറ്റും അടിപൊളി. ഇനി ഞങ്ങൾ പോയ റിസോർട്ടും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ അറിയാൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റിസോർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതും ഒരു വർത്ത് വിസിറ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.
തീർച്ചയായും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. വണ്ട് 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 വലിയ വണ്ട വലിയ വണ്ട വലിയ വണ്ടാണ് ഈ തോട്ടിട്ട്